ഗെയിംസ് നല്ലതാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ്. അപ്പോൾ ഇവിടെ ഉള്ളവരോട് ചോദിക്കാം നമുക്ക് ഓൺലൈൻ ഗെയിം നല്ലതാണോ എന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈൻ ഗെയിം നല്ലതാണോ? ഓൺലൈൻ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉദ്ദേശിച്ചത്? നമ്മൾ ഓൺലൈനായിട്ട് കളിക്കില്ലേ, പബ്ജി, പിന്നെ ലുഡോ, അങ്ങനെയൊക്കെയുള്ള ഗെയിംസ് പ്രൊമോട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ ഞാൻ കളിക്കാറില്ല പേഴ്സണലി. നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അഡിക്റ്റ് ആവരുത്, അത്രേ ഉള്ളൂ. നമ്മൾക്ക് ഒരു ലൈഫുണ്ട്, ലൈഫിൽ നമുക്ക് ബിസി ആയിട്ടുള്ള കാര്യങ്ങൾക്കിടയിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അല്ലാതെ അതിന് അഡിക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം കളയേണ്ട ഒരവസ്ഥ വരരുത്. അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പോലും അറിയാതെ അതിലേക്ക് ഇൻവോൾവ് ആയി പോകുന്നതല്ലേ. അങ്ങനെ ആവാൻ പാടില്ല. ഒരു ഡ്രഗ്സ് അങ്ങനത്തെ സംഭവങ്ങൾ പോലെ ഒരു അഡിക്ഷൻ വരാൻ പാടില്ല. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇങ്ങനെ അഡിക്റ്റ് ആവുന്നുണ്ട്, ഇത് നിർത്തണം, അല്ലെങ്കിൽ കൂടിപ്പോകുന്നുണ്ട്, ആ ഒരു സമയത്ത് ഇത് കുറയ്ക്കണം എന്നുള്ളൊരു ഇതെല്ലാം ന്യൂട്രലാണെങ്കിൽ കുഴപ്പമില്ലല്ലേ? ന്യൂട്രലാണെങ്കിൽ കുഴപ്പമില്ല. ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫുൾ ടൈം കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശോകമാണ്. മീൻസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നിട്ട് വേറെ പഠിക്കാനുള്ള ചെറിയ പിള്ളേർക്ക് അത് നല്ല രീതിയിൽ ശോകമാണ്. കളിച്ച് നല്ല രീതിയിൽ എത്തുന്നവരുണ്ട്. അപ്പോൾ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. അല്ല, അഡിക്ഷൻസ് കൂടുന്നുണ്ടല്ലോ. അഡിക്ഷൻസ് കൂടുന്നുണ്ട്, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. രക്ഷപ്പെടുന്നവരുണ്ട്, അപ്പോൾ പിന്നെ കളിച്ച് രക്ഷപ്പെടുന്നതാണെങ്കിൽ ന്യൂട്രലാണെങ്കിൽ കുഴപ്പമില്ലല്ലേ? ഇല്ല, കുഴപ്പമില്ല. അങ്ങനെ ഓൺലൈൻ ഗെയിം എങ്ങനെയാണ്? ഓൺലൈൻ ഗെയിം കൊണ്ട് അഡിക്ഷൻ വരാറില്ലേ? അപ്പൊ അത് നിരോധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്താ പറയാ, അങ്ങനെ നിരോധിക്കണം എന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷെ അതുവഴി കുറെ ആൾക്കാരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, കുറെ പേരുടെ പൈസ ഒക്കെ തട്ടി അങ്ങനെ കുട്ടികൾ ഒരുപാട് ആകുന്നുണ്ട്. അതൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ മെത്തേഡ് കൊണ്ടുവരാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. അതിന് കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. നല്ലതാണ്. അത് ഇപ്പോൾ ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്. ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ കളിക്കാറില്ല. ഇപ്പോൾ ഞാനൊരു 2D ആർട്ടിസ്റ്റാണ്, ആനിമേഷൻ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗെയിമിങ് ഫീൽഡിൽ തന്നെ കുറേ BG ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കളിക്കണ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, താല്പര്യം. അവർ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ വിഷ്വലായാലും നമ്മൾ കൂടുതൽ അഡിക്റ്റ് ആവാണ്ടിരിക്കുക. നമ്മ എന്റർടൈൻമെന്റിന് വേണ്ടി അഡിക്ഷൻ ഉണ്ടായ എന്താ പ്രശ്നം? അഡിക്ഷൻ ഉണ്ടായാലും നമ്മ അതിൽ തന്നെ ആയിപ്പോവും. നമ്മ ഇപ്പോൾ പുറലോകമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവൂല. അപ്പം ഗെയിമിലുള്ള പോലെ അല്ല റിയൽ ലൈഫ്. കുറേ ഇതുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പം അത് വെച്ച് നമ്മ യൂസ് ചെയ്യാം ആവശ്യത്തിന് മാത്രം. ഓൺലൈൻ ഗെയിം കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ കളിക്കാറില്ല, അതുകൊണ്ട് എനിക്കങ്ങനെ അറിയില്ല. ഓൺലൈൻ ഗെയിം കളിക്കാറുണ്ടോ? അങ്ങനെ കളിക്കാറില്ല. ഒരാളിലേക്ക് ഇപ്പൊ ഒരു ഗെയിം ഇങ്ങനെ എന്താ നമ്മളിങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ലേ നല്ലയാന്നൊക്കെ, അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഇടക്കാലത്ത് എപ്പോഴും പബ്ജിയാണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിന്നത്. ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ, അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് കുറെ ന്യൂസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ പിള്ളേര് ഗെയിംസ് കൂടുതൽ കളിച്ച് എന്തോ മേടിക്കണേ ഇത്ര പൈസ കൊടുക്കണം അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ എന്തിനും ഇങ്ങനെയൊക്കെ എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. കുഴപ്പമില്ല, നല്ലതാണ്. അത് കാരണം ഒരുപാട് കുട്ടികൾ അഡിക്റ്റ് ആവുന്നു കേട്ടിട്ടില്ലേ? അത് കേട്ടിട്ടുണ്ട്. അത് ഓരോ വ്യക്തിനെ സംബന്ധിച്ചിരിക്കും. ഇപ്പോൾ അഡിക്റ്റ് ആവണമെന്നാണെങ്കിൽ ഇപ്പോൾ കുറേ പേരുണ്ടല്ലോ കളിക്കണത്, കുറേ പേര് അത് കാരണം രക്ഷപ്പെട്ടവരുണ്ട്. അഡിക്റ്റ് ആവണത് ഓരോ ഹ്യൂമൻ ബീങ്സിനനുസരിച്ചിരിക്കും. ഓൺലൈൻ ഗെയിംസ് എന്ന് പറയുന്ന അഡിക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെയാണ് എന്നാണ് പറയുന്നത് അല്ലേ? അഡിക്ഷൻ അത് ഓരോ ആൾക്കാരെ സംബന്ധിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, പബ്ജി കളിക്കുന്നത്. എനിക്കിപ്പോൾ ഞാനിപ്പോൾ കളിക്കുന്ന പോലും ഇല്ല. ഇപ്പം ഞാൻ COC കാര്യം പറഞ്ഞത് തന്നെ ഞാനിപ്പോൾ വല്ലപ്പോഴും എടുത്ത് നോക്കാറുള്ളൂ അക്കൗണ്ട്. അങ്ങനെ അത് ഓരോ ആൾക്കാരെ പോലെ ഇരിക്കും. ഇപ്പം COC അഡിക്റ്റ് ആയിട്ടിരുന്ന് കളിക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ അഡിക്ഷനായിട്ട് തോന്നിയിട്ടില്ല. ഓൺലൈൻ ഗെയിംസ് അതിൻ്റെ പരിധിക്ക് ഉപയോഗിച്ചാൽ നല്ലതാണ്. ഏതും എക്സീഡ് ചെയ്താൽ അതിൻ്റെതായ ഇതുണ്ടല്ലോ. കളിക്കാറുണ്ടോ ഗെയിം? ഞാൻ പെസ് എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കാറുണ്ട്, ഫുട്ബോൾ ഗെയിം. അഡിക്റ്റ് ഉണ്ടോ എന്തേലും? അഡിക്ഷൻ ഒന്നും, ഫ്രണ്ട്സുമായിട്ട് ടൈം പാസിന് വേണ്ടി കളിക്കുന്നു മാത്രമേ. അഡിക്ഷൻ ഇല്ലാണ്ടിരുന്ന എല്ലാ ഗെയിംസും നല്ലതല്ലേ? ടൈം പാസ് അല്ലേ, ലൈഫിലൊരു ടൈം പാസ് കിട്ടാറുന്നത് നല്ലല്ലേ. ആക്ച്വലി ഞാൻ കളിച്ചേട്ടോ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പബ്ജി കളിക്കാറില്ല? പബ്ജി കളിക്കാറുണ്ട്, പണ്ട് ഞാൻ മാലദ്വീപ്സിലായിരുന്നു കളിക്കുന്നുണ്ട്. അതിലൊരു അഡിക്ഷൻ വരാറുണ്ടോ? അല്ല, അഡിക്ഷൻ ഒന്നുമില്ല. ഇല്ല, എനിക്കില്ല, ഞാൻ വിട്ടതാ, ഇപ്പൊ കളിക്കാറില്ല. എനിക്ക് ഉള്ളവരുണ്ട് കേട്ടോ, കാരണം പൈസ കിട്ടുന്നുണ്ടല്ലോ.
ഈ കൊറോണ സമയത്തിന് മുമ്പ് പബ്ജിയുടെ അക്കൗണ്ട് തന്നെ ഇത്ര നല്ല ഒരു 12,000 രൂപ 13,000 റേറ്റിലൊക്കെ സെയിൽ ചെയ്ത എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, പൈസ കിട്ടുന്നുണ്ടല്ലോ, ചുമ്മാ ചുള്ളുവിനൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്ത് പൈസ കിട്ടുന്നതല്ലേ, അത് നല്ലതായിരിക്കാം.